അപ്പം എന്നാൽ നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വൈനാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇതിൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം. അതുപോലെ തന്നെ നമ്മളിതിന് മുമ്പ് ചാമ്പയ്ക്കയുടെ വൈൻ തയ്യാറാക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 3 പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 കിലോ പൈനാപ്പിളിൻ്റെ വെയിറ്റിലുള്ള വൈനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ 2 മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ തൊലിയൊന്നും ചേർത്തിട്ട് തയ്യാറാക്കുന്നില്ല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് 2 കിലോ ഉണ്ടാവില്ല. അത് കാരണമാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഏകദേശം 2 കിലോ ബാലൻസ് ആയി കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ തൊലിയൊക്കെ ഇട്ടിട്ട് വൈൻ തയ്യാറാക്കുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഇപ്പോൾ 2 കിലോൻ്റെ ഒരളവാണല്ലോ പറയണം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചാമ്പയ്ക്ക വൈൻ ഇട്ടപ്പോൾ 1 കിലോൻ്റെ ഒരു കണക്ക് ഞാൻ കാണിച്ചിരുന്നു. അതിൽ നിന്നും അത്ര വ്യത്യാസമൊന്നുമില്ല. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 18 ഗ്രാം പട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈനൊക്കെയുള്ള പട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. കാരണം നമുക്ക് കറക്റ്റ് വെയിറ്റ് ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരോട് ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതേ വെയിറ്റിലൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അധികം ഇതിൻ്റെ പട്ടയുടെ മണമൊന്നും വരുന്നത് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനൊരു കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്, 10 കരയാമ്പൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. നമുക്ക് കിഴികെട്ടി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എടുക്കുന്ന ഐറ്റം എന്താണോ അതിൻ്റെ അതേ വെയിറ്റിലാണ് പഞ്ചസാര എടുക്കുക. അപ്പം നമ്മുടെ കൈതച്ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്. അപ്പം അത് കാരണം തന്നെ ഞാൻ ഇപ്പോൾ 1 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ചെയ്യുമ്പോൾ നമ്മൾ 2 കിലോ പഞ്ചസാര എടുക്കണം എന്നാണ് പറയുക. അപ്പോൾ ഏകദേശം 1.5 കിലോനെങ്കിലും മതിയാവും. പക്ഷേ ഇപ്പോൾ ഞാൻ 1 കിലോനാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മധുരത്തിനനുസരിച്ച് ഇപ്പോൾ ഓരോ പൈനാപ്പിളിൻ്റെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 1 കിലോനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മധുരം നോക്കിയിട്ട് ചേർക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എത്ര ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ചാമ്പയ്ക്ക വൈനിൽ ചെയ്തതുപോലെ ബീട്രൂട്ടാണ് അതിനകത്ത് ചേർത്തിരുന്നത്. നമ്മളിതിൽ വേണമെങ്കിൽ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചീകിയിട്ട് അതുപോലെ തന്നെ വേവിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 ക്യാരറ്റ് അതിന് വേണ്ടി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളമാണ് പറയേണ്ടത്. അപ്പോൾ 1 കിലോൻ്റെക്ക് 1.5 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മളിവിടെ 2 കിലോനാണല്ലോ. അപ്പോൾ 3 ലിറ്റർ വെള്ളം തിളപ്പിച്ച ആറിയതാണിത്. അപ്പോൾ തിളപ്പിച്ച ആറിയ വെള്ളമാണ് നമ്മൾ വൈനിന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 2 ക്യാരറ്റ് ഞാൻ ചീകി എടുത്തതാണ്. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ കളറ് കുറച്ച് ഒരു ചെറിയൊരു യെല്ലോ ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് ഇതായിട്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു സ്മെല്ലൊന്നും നമുക്ക് ഇതിലേക്ക് എടുക്കില്ല, നല്ല കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ പൈനാപ്പിൾ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും ഈസി മെത്തേഡിൽ അറിയിച്ചെങ്കിൽ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്താൽ മതി. എനിക്കിപ്പോൾ അത്ര ഈസി മെത്തേഡായിട്ടൊന്നുമല്ല തോന്നിയത്. ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്യാറ് കേട്ടോ. ഒരുപാട് തൊലിയൊന്നും നമുക്കിതിലിങ്ങനെ ചെത്തി കളയണ്ട. കാരണം തൊലിയോട് കൂടിയിട്ട് തന്നെ വൈനിടുന്നവരുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിത് തൊലി ചെത്തും മുമ്പ് തന്നെ ഉണ്ടല്ലോ, മുമ്പ് തന്നെ ഇത് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കണം കേട്ടോ. കഴുകിയാൽ മാത്രം പോരാ, വെള്ളം നനവ് പാടില്ല. വൈൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നനവ് പാടില്ല. നമ്മൾ ഇട്ട് വെക്കുന്ന ഭരണിയാണെങ്കിൽ കൂടി അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാമ്പയ്ക്ക വൈനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണിയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണം. അതിന് ശേഷം അതുപോലെ മിക്സി ജാറ്, നമ്മൾ പൊടിച്ചെടുക്കുന്ന മിക്സി ജാറൊക്കെ അതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ഒട്ടും തന്നെ വെള്ളം നനവ് പാടില്ല. മൊത്തം ഒരു വെള്ളം നനവില്ലാതെ ആയാൽ മാത്രമേ നമ്മുടെ വൈൻ നല്ല കറക്റ്റ് കണ്ടീഷനായി കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വൈനിടുന്ന ഭരണികളുണ്ടല്ലോ, അത് നമ്മൾ അച്ചാറുകളൊന്നും ഇട്ട് വെച്ച ഭരണിയിൽ വൈനിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പുളിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വൈനിടുന്ന ഭരണി നമ്മൾ പ്രത്യേകം മാറ്റി വെക്കുന്നതായിരിക്കും നന്നായിരിക്കാം. അഥവാ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് 1 ദിവസം 2 ദിവസമൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാനിവിടെ വൈൻ ഉപയോഗിക്കുന്ന ഭരണി വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. ഒരു ചെറിയ കളറുണ്ട്, ബീട്രൂട്ടിൻ്റെ പോലെയൊന്നല്ല, നമുക്ക് അത്ര അങ്ങോട്ട് ഒരു ഓറഞ്ച് കളറൊന്നും കിട്ടില്ല. നമുക്കിത് ചീകി എടുക്കുന്ന സമയത്ത് അതിൻ്റെ നീര് കറക്റ്റായിട്ട് ഓറഞ്ച് കളറൊക്കെ കിട്ടും. പക്ഷേ തിളപ്പിച്ച് വരുമ്പോൾ അത്ര ഇതായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഇതൊന്ന് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് കിടന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഈ സാധാരണ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗമൊന്നും എടുക്കാറില്ല, ഇതിൻ്റെ മൂക്കൊന്നും നമ്മൾ കഴിക്കാറില്ല. പക്ഷേ വൈൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെത്തിയിട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചിലവർ ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൈനായി കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. വേവിച്ചിട്ട് അത് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചാമ്പയ്ക്കൊക്കെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരച്ചെടുക്കല്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വൈനായി കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് വൈനാണല്ലോ, ഇപ്പോൾ 21 ദിവസം നമുക്കത് ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നമുക്കിത് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കിയാൽ നമുക്ക് അടിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക വേണ്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിക്സി ജാറിലിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന പട്ടയും കരയാമ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പ് തന്നെ മിക്സി ജാർ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. നല്ല ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ എടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ മൂടിയുടെ ഈ വാഷർ ഉണ്ടല്ലോ, ഈ വാഷൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കണം കേട്ടോ. കാരണം ഒട്ടും തന്നെ വെള്ളം പാടില്ല. അത് പ്രത്യേകം എടുത്ത് പറയുന്നത് വെള്ളം പാടില്ല, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അത് കാരണമാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തേക്കണ പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ 2 വലിയ പട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് കാരണമാണ് ഒരു ഏകദേശം 18 ഗ്രാം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ട് എടുത്താൽ കൂടുതൽ നന്നായിരിക്കും. പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക മാക്സിമം. അപ്പോൾ നമ്മുടെ മിക്സി ജാറിന് വല്ലാണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ ഏലക്കായ, കരയാമ്പൂ എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തതൊക്കെ കൈകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പോൾ കൈയൊക്കെ നല്ല കറക്റ്റായിട്ട് അതിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. കാരണം ചാമ്പയ്ക്ക വൈൻ തയ്യാറാക്കുമ്പോഴും ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് വൈനിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു ഇതൊന്നും ചൂടൊന്നും ഏൽക്കാൻ പാടില്ല. അപ്പോൾ അത് ശരിയായി വരില്ല. അപ്പോൾ ഈ ടൈമിലൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കൈ ക്ലീൻ ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അതിന് ശേഷം നമുക്ക് എല്ലാ പൈനാപ്പിളും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയപ്പോൾ തന്നെ ഇത് ഒരുവിധം പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കറക്ക് അത്ര മാത്രമേ വേണ്ടൂ. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഞാൻ ഇട്ട് വയ്ക്കുന്ന ഭരണിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു ഇത് വേണ്ട. അപ്പോൾ അരച്ചെടുത്ത് നമുക്ക് ഭരണിയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വലിയൊരു ഭരണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഭരണി ഇതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെയിലത്ത് വെച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതിലേക്ക് അടിച്ചൊഴിച്ച് വെക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് എല്ലാം അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലെ ക്യാരറ്റ് വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നത് ഞാൻ ഒരു അരിപ്പയിൽ എടുത്ത് അരിച്ച് വെച്ചതാണിത്. നമ്മൾ ബീട്രൂട്ടിൻ്റെ കളറിൻ്റെ ആ ഒരു ഇതൊന്നും ഇതിനകത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യത്തിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഞാൻ 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1 കിലോ പഞ്ചസാരയിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന് മുകളിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു നമ്മൾ മരത്തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ പഞ്ചസാരയും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പൈനാപ്പിൾ ഇതുപോലെ മിക്സി ജാറിനകത്തിട്ട് അടിച്ചെടുക്കണം എന്നില്ല. നമ്മൾ ഇതുപോലെ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. നമ്മളിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കണം, വെള്ളം ഒന്നും ഇല്ലാതെ മിക്സി ജാറിനകത്ത്. ഇനി അത് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ദിവസം ഇരിക്കേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി
ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക വൈനിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 1 കിലോനൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ ചെറിയ ടീസ്പൂൺ ഉണ്ടായിരിക്കില്ല, അതിലൊരു ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലുള്ള ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയുടെ കിഴി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ സെയിം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുഴുവനും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ 3 ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1 കിലോ പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർത്തത്. മധുരത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈനാപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നല്ല പഴുത്ത പൈനാപ്പിളാണ് വെച്ചെങ്കിൽ 1 കിലോന് തന്നെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഇതിലെ പഞ്ചസാര അലിഞ്ഞു വന്നിട്ടില്ല, എന്നിട്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ 1 കിലോ തന്നെയാണ് ഇട്ടിട്ടുള്ളൂ. ഇനി അഥവാ നമ്മൾ നാളെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ചേർത്ത് കൊടുത്താലും മതി, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴുക്കാത്ത പൈനാപ്പിൾ എടുക്കരുത്, കൂടുതൽ പഴുത്ത പൈനാപ്പിൾ ആയിരിക്കും നന്നായിരിക്കാം. അപ്പോൾ ഇതിന് അധികം പുളിപ്പും ഇതൊന്നും ഇല്ല. നമ്മൾ ചാമ്പയ്ക്കൊക്കെയാണ് ചെറിയ പുളിപ്പുള്ള കാരണമാണ് കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരുന്നത്. പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുള്ള കാരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1 കിലോ എൻ്റെ പൈനാപ്പിളിൻ്റെ അളവിനാണ് ഞാൻ പറഞ്ഞത് 1 കിലോ മതിയാവും എന്നുള്ളത്. ഇനി കുറവുണ്ട് വെച്ചെങ്കിൽ ഞാൻ ചേർക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ നല്ല ഒരു തുണി കൊണ്ട് വാക്കെട്ടിയിട്ട് വേണം നമ്മളിതിൻ്റെ മൂടി വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മളിതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 21 ദിവസം ഇത് ഇളക്കി കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി 21 ദിവസം നിങ്ങൾക്ക് ഇളക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസം തുടർച്ചയായിട്ട് എന്തായാലും ഇളക്കി കൊടുക്കണം. പിന്നെ 10 ദിവസം ഒന്ന് ഇടവിട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി. അത് നമ്മൾ ചാമ്പയ്ക്കേക്ക് പറഞ്ഞ പോലെ തന്നെ. അല്ല നിങ്ങൾക്ക് ഡെയിലി ഇളക്കി കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കും. നമ്മൾ ഡെയിലി ഇതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഏത് പാത്രത്തിലാണോ നമ്മൾ വൈൻ തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വീറി വരും. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനാണ് വെച്ചെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്ത് പാത്രത്തിനായാലും 1/4 ഭാഗം മാത്രമേ നമ്മളിത് നിറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അത് മാക്സിമം ഭരണി അതുപോലെ ചില്ലുള്ള പാത്രങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നന്നായിരിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എയർ കിടക്കില്ല. ഇനി നമ്മൾ ഇത് മാക്സിമം ഇരുട്ടുള്ള മുറികളിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി ഒന്ന് കെട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഒരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുവയ്ക്കാം. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ 21 ദിവസം മാക്സിമം ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ദിവസം തുടർച്ചയായി ഇളക്കുക, 10 ദിവസം ഒന്ന് ഇടവിട്ടിട്ട് ഇളക്കുക. ഇതിൽ ഏതാ വെച്ചെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഇളക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇളക്കി കൊടുത്തപ്പോൾ നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇളക്കിയപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കിലോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ പഞ്ചസാര ആണ് നമ്മളിതിൽ മൊത്തത്തിൽ ചേർക്കുന്നത്. 1 കിലോ നമ്മൾ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ 1 കിലോന് മുമ്പ് ഇട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തീരെ മധുരം ഇല്ല എന്നുള്ളൊരു ഫീൽ. അപ്പോൾ മധുരത്തിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോൻ കൂടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല. ഇനി നമുക്കിത് ഡെയിലി ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു 10-20 ദിവസം ഡെയിലി ഇളക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇടവിട്ടിട്ട് ഇളക്കുക, അങ്ങനെ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള വൈനായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ അടിയിലത്തെ ഐറ്റംസ് ഒക്കെ അടിയിലേക്ക് ഊറി വന്നിട്ട് മുകളിൽ നല്ല ക്ലിയർ പ്ലെയിൻ ആയിട്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി, അത് കാരണമാണ് ഇപ്പോൾ അതിങ്ങനെ പൊന്തി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 21 ദിവസം ആകുമ്പോൾ പൈനാപ്പിളൊക്കെ ആകുമ്പോൾ എല്ലാ ഐറ്റംസും താഴെ വന്ന് കിടന്നു, അങ്ങനെയാണ് കണ്ടത്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പം ഞാൻ നമ്മൾ ചാമ്പയ്ക്ക വൈൻ തയ്യാറാക്കിയപ്പോൾ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ നല്ല കോട്ടൺ തുണി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്തതിൽ അരിച്ചെടുക്കാം. ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ
വലിയ അരിപ്പയിൽ മുമ്പ് അരിച്ചു, അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ചെറിയ അരിപ്പയിൽ ചെറുതായിട്ടുള്ള ചെറിയ അരിപ്പയിൽ അരിച്ചെടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തോർത്തുമുണ്ടിലേക്ക് പോകുമ്പോൾ കൈ കൊണ്ടൊക്കെ പിഴിയുമ്പോൾ ജസ്റ്റ് ഇനി നമ്മൾ കൈ ടച്ച് ചെയ്യുന്നത് അത്ര നന്നായിരിക്കില്ല. ആദ്യം ചെയ്തതുപോലെയല്ല, ഇനി നമ്മൾ നമ്മുടെ കൈയൊന്നും അതിൽ ഇതാവുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കേണ്ടത് അത്ര നല്ലതല്ല. അപ്പം ഞാനത് അപ്പം തന്നെ മാറ്റി. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളതല്ല കേട്ടോ, കുറച്ചിങ്ങനെ തെളിയാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. നമ്മൾ ഏതെങ്കിലും കുപ്പികളിലൊക്കെ ആക്കി വെക്കുമ്പോൾ ചില്ല് കുപ്പിയിലാക്കി വെക്കുകയായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ ആ കുപ്പികളുടെ അടിഭാഗത്ത് ഊറലുണ്ട് വെച്ചെങ്കിൽ വന്ന് അടിഞ്ഞോളും. നല്ല പ്ലെയിൻ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്